നമസ്കാരം. ഈസി റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗീത. നമുക്കിന്ന് നമ്മുടെ ഉണക്കമുളക് കൊണ്ടൊരു ഉപ്പേരി ഉണ്ടാക്കിയാലോ? നല്ല ടേസ്റ്റാണ് ഇതിന്. കൊച്ചു പിള്ളേർക്ക് പോലും കഴിക്കാൻ പറ്റും. അധികം എരിവൊന്നുമില്ല. ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കാണാം. ഇതിന് വേണ്ടിയിട്ട് 100 ഗ്രാം ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഞെടുപ്പൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഈ അറ്റ അല്പം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കിതൊന്ന് നീളത്തിൽ കീറിയെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ അരിയെല്ലാം ഒന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. എല്ലാ മുളകിൽ നിന്നും അരിയെല്ലാം മാറ്റി ഇങ്ങനെ കീറിയെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് അരിയൊക്കെ ഇരിക്കുന്നത് സാരമില്ല, നമ്മളത് പിന്നെ കഴുകൊക്കെ ചെയ്യുമ്പോൾ അത് പൊക്കോളും. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇടാം. 1 ടീസ്പൂൺ ഉപ്പും 1 ലിറ്റർ വെള്ളം കൂടെ ഒഴിക്കാം. എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ടിത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് അടുപ്പയിലേക്ക് വെക്കാം. ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്ത ഉടൻ തന്നെ നമുക്ക് ഈ മുളക് ഈ ചൂടുവെള്ളത്തിൽ നിന്ന് പച്ചവെള്ളത്തിലേക്ക് ഇടാം. ഇത് നമ്മുടെ സാധാരണ നോർമൽ വാട്ടറാണ്. ഇതിൽ നന്നായിട്ടൊന്ന് ഒലച്ച് കഴുകിയെടുക്കണം കേട്ടോ. അങ്ങനെ നമുക്കിത് 3 തവണ വെള്ളം മാറ്റിയെടുക്കണം. 3 തവണ ഇങ്ങനെ കഴുകിയതിന് ശേഷം നമുക്കിത് ഒരു വെള്ളത്തിൽ നിന്നെടുത്ത് നന്നായിട്ടൊന്ന് ഞെക്കി പിഴിഞ്ഞെടുത്തിട്ട് അരിപ്പയിലേക്ക് ഇടാം. ഒരു 10 മിനിറ്റ് അരിപ്പയിലിരുന്ന് ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് ഊർന്നു പോകുന്നത് വരെ ഇരിക്കട്ടെ. അതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് ഇടാം. ഇതിലേക്ക് നമുക്ക് 5-6 അല്ലി വെളുത്തുള്ളി ചതച്ച് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇടുവാണ്. 2 ടേബിൾ സ്പൂൺ മൈദ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇടാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ വെളുത്ത എള്ളൂടെ ചേർക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ നനവിൽ തന്നെയാണ് ഇത് മിക്സ് ചെയ്യേണ്ടത്. ഇനിയിപ്പം വെള്ളം അല്പം കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണിൽ ഇച്ചിരി കോരി ഒഴിച്ച് കുഴച്ചെടുക്കണേ. ഞാൻ 1.5 ടേബിൾ സ്പൂൺ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു 10 മിനിറ്റ് നേരത്തിന് ഇങ്ങനെ മാറ്റി വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി നല്ല തിളച്ച എണ്ണയിലിട്ടിട്ട് ഈ മുളകൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ആദ്യം തീ നന്നായി കൂട്ടി വെക്കണം കേട്ടോ. ഒരു 30 സെക്കൻഡ് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ മുളകൊക്കെ ഒന്ന് ഇളക്കിയിടാം. ആ സമയത്ത് നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് നല്ലപോലെ മൊരിയിച്ചെടുക്കണം. 4-5 മിനിറ്റ് വേണ്ടി വരും ഇതൊന്ന് മൊരിഞ്ഞ് കിട്ടാൻ. നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴേക്കും നല്ല മൊരിഞ്ഞ സൗണ്ട് ഉണ്ടാവും. ആ സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരാം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് 2-3 ബാച്ചായിട്ട് വറുത്തെടുക്കാം. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എണ്ണ വേസ്റ്റ് ആയിപ്പോകും കേട്ടോ. ഈ എണ്ണ പിന്നെ വേറെ ഒന്നിനും കൊള്ളത്തില്ല. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും വറുത്തെടുക്കാം. നമ്മൾ ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ പോലും ഇതിൽ ഉപ്പൊന്നും അധികം പിടിച്ചിട്ടില്ല കേട്ടോ. നമ്മളപ്പോൾ അതുകൊണ്ട് ഇത് വറുത്തെടുത്ത ഉടൻ തന്നെ അതിലല്പം ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതിയാവും, ഉപ്പേരിക്കൊക്കെ ചെയ്യുന്ന പോലെ. എല്ലാവരും ഇങ്ങനെയൊന്ന് ചില്ലി ചിപ്സ് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ക്രിസ്പിയാണ്, കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. ഇതിങ്ങനെ തന്നെ തിന്നാനും നല്ലതാണ്. ചോറിൻ്റെ കൂടെ അടിപൊളിയാണ്. കൊച്ചു പിള്ളേർക്ക് പോലും കഴിക്കാൻ പറ്റും. അധികം എരിവൊന്നുമില്ല. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.